നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജീവിതത്തിലേക്ക് ഭഗവാന്റെ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എത്തിച്ചേരുവാൻ പോകുന്നത്. അപ്രതീക്ഷിതമായിട്ട് പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ ഈശ്വരൻ്റെ കരങ്ങൾ സഹായമായി വന്നെത്തുകയാണ്. ഇത് പൊതുവായിട്ടുള്ളൊരു റീഡിംഗ് ആണ്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുക. ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്ന ഊർജം തന്നെ ഒരു വലിയ മാറ്റത്തിൻ്റെ ഊർജം തന്നെയാണ്. ഏതൊരു കാര്യത്തെപ്പറ്റി ഓർത്താണോ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത് ആ കാര്യങ്ങളിൽ നിന്നും പുറത്തു കടക്കാനുള്ള വഴികൾ തെളിയുകയാണ്. ശരിക്കും ആ ഒരു കാര്യത്തിൽ ശരിയായ പരിഹാരങ്ങൾ വന്നെത്തുകയാണ്. കുറേ കാര്യങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി ഒന്നും തന്നെ താങ്ങാനാവുന്നില്ല എന്ന തോന്നലിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അലട്ടുന്ന ചില ശക്തികൾ, വേദനിപ്പിക്കുന്ന ചില ശക്തികൾ പുറമേ നിന്നും ഉണ്ട്. അവരിൽ നിന്നും സംരക്ഷണ കവചം നൽകാനായിട്ട് ഈശ്വരൻ്റെ കരങ്ങൾ പ്രവർത്തിക്കും. അത് തീർച്ചയാണ്. അതിനാൽ സമാധാനത്തോടെ തന്നെ നിലകൊള്ളുക. ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ ഇനി ഒട്ടും തന്നെ വൈകുന്നില്ല. കുറച്ച് കാര്യങ്ങളിൽ സംശയിച്ച് നിൽക്കുകയായിരുന്നു. ഇനി അത് മാറുകയാണ്. അവസ്ഥയൊക്കെ മാറുകയാണ്. നെഗറ്റീവായിട്ടുള്ള ചിന്തകളും വ്യക്തികളും എല്ലാം തന്നെ വിട്ടകന്ന് ഉത്സാഹത്തോടെ നല്ല കാര്യങ്ങൾക്കായിട്ട് മുന്നിട്ടിറങ്ങുന്ന ഒരു സമയം തന്നെ ആഗതമാവുകയാണ്. ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് പരിശ്രമങ്ങൾ തുടരുന്ന ഒരു ഘട്ടം തന്നെയാണ്. വളരെ വേഗത്തിൽ അത് പ്രാപ്തമാകുന്നതിനുള്ള മാർഗങ്ങൾ തെളിയും. അതിനാൽ ഒട്ടും തന്നെ സങ്കടപ്പെടേണ്ട ഒരു ആവശ്യമില്ല. മുൻപൊക്കെ പല കാര്യങ്ങളിലും പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടക്കാത്ത സാഹചര്യങ്ങളുണ്ടായിരുന്നു. കാര്യങ്ങൾ ഏറെക്കുറെ നടക്കുന്നതിൻ്റെ അവസാന ഘട്ടം വരെ എത്തും. അവസാനം എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നെത്തുക. അത് ഇനിയില്ല. പ്രതീക്ഷിച്ച കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കാനുള്ള ഒരു സമയം തന്നെയാണ് വന്നെത്താൻ പോകുന്നത്. കുറച്ചുകൂടി വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പ്രാപ്തമാവുകയും ചെയ്യുകയാണ്. അതിനാൽ ഈശ്വരൻ്റെ ആ ഒരു കടാക്ഷമുണ്ട്. ഈശ്വരൻ കൈവെടിയുകയില്ല എന്ന് തീർച്ചയായിട്ടും വിശ്വസിച്ച് മുന്നോട്ട് പോകാം. കഴിഞ്ഞു പോയ സമയത്ത് എന്ത് തന്നെ കഷ്ടതകൾ അനുഭവിച്ചാലും ശരി, ഈ നിമിഷം മുതൽ നിങ്ങൾക്ക് മാറ്റം സംഭവിക്കാം. അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കാം. അതിന് ഏറ്റവും നല്ല സാധ്യതകളാണ് വരാൻ പോകുന്നത്. അത് നിങ്ങൾ മനസ്സിൽ എപ്പോഴും കരുതിയിരിക്കണം. മനസ്സിനെ ശാന്തമാക്കി നിർത്തുക. എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്യുകയാണ്. ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ നിലനിന്നു പോകുന്നു. അത്രത്തോളം നിങ്ങൾ അതിജീവിച്ച് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ഈ സങ്കടങ്ങൾക്കൊക്കെ അവസാനമുണ്ടാകും. ഈശ്വരൻ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വഴികൾ തന്നെയാണ് കാണിച്ചു തരാൻ പോകുന്നത്. പ്രതീക്ഷ ഒരിക്കലും കൈവെടിയരുത്. എന്തത്ഭുതവും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. മനസ്സിലുള്ള വേദനകളെല്ലാം ഈശ്വരനിൽ ഇപ്പോൾ സമർപ്പിക്കുക മാത്രമാണ് ഏറ്റവും നല്ല വഴി. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ നമുക്ക് പല സ്ഥലത്തു നിന്നും കിട്ടിയെന്ന് വരികയില്ല. ചിലപ്പോൾ അവനവന് പോലും സ്വന്തം പ്രതീക്ഷകൾക്കനുസരിച്ച് ജീവിക്കാനാകില്ല. പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ കഴിയുന്നത്? ജീവിതത്തിൽ അനുഭവിക്കുന്ന പലതരത്തിലുള്ള പ്രതിസന്ധികളും ദുഃഖവും അതൊക്കെയായിട്ട് മല്ലിടുമ്പോൾ ജീവിതത്തിൽ നമ്മോടടുത്ത് ജീവിതത്തിൽ നിലനിൽക്കുന്ന കുറച്ച് നല്ല കാര്യങ്ങളുണ്ട്. അതിനെ മറന്നു പോകാനിടവരും. അസ്വസ്ഥമായ സാഹചര്യങ്ങളിൽ നമ്മുടെ എല്ലാ ഊർജവും അതിലേക്കായിട്ട് ചെലവഴിക്കും. പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ അരികത്ത് തന്നെ ഉണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ അവഗണിച്ചു പോകും. ഒരിക്കലും അങ്ങനെ ഉണ്ടാകരുത്. അതിനാൽ തന്നെ എല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നില്ല. ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടാകുന്ന ഒരു അസ്വസ്ഥതയുടെ പേരിൽ എല്ലാറ്റിനെയും നഷ്ടപ്പെടുത്തരുത്. എന്നും ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാനായിട്ടുണ്ട്. മുന്നിലുള്ള കാര്യങ്ങളെ നിങ്ങൾ നോക്കിക്കാണണം. സ്വയം നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്. അതിലേക്കും കണ്ണു തുറക്കണം. അതുതന്നെയാണ് ഈശ്വരൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം. നമ്മളിലുള്ള വിഷമങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും കണ്ണുനീരുണ്ടാകും. കണ്ണുനീര് ദുഃഖത്തിൻ്റെ ഒരു സാധാരണ പ്രതീകം തന്നെയാണ്. നമുക്ക് വാക്കുകൾ കൊണ്ട് പൂർണ്ണമായി പ്രകടിപ്പിക്കാൻ കഴിയാത്ത ചില വികാരങ്ങൾ തന്നെ നമ്മുടെ ഉള്ളിലുണ്ടാകും. അത് അണപൊട്ടി ഒഴുകുന്ന ഒരവസ്ഥ. അപ്പോൾ കണ്ണുനീര് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതികരണത്തിൽ നിന്നല്ല അത് ഉണ്ടാകുന്നത്. അത് നമ്മുടെ ഉള്ളിലെ അസ്വസ്ഥതയുടെ, നമ്മുടെ ദുഃഖത്തിൻ്റെ അതിതീവ്രമായിട്ടുള്ള ഒരു പ്രകടനം തന്നെയാണ്. അതിനെ നമ്മുടെ ശരീരത്തിനെ നിയന്ത്രിക്കുവാനാകില്ല. അത് നമ്മുടെ മനസ്സിൽ നിന്നും വരുന്നതാണ്.
ഉദാഹരണത്തിന്, ഈ പ്രകൃതിയുടെ ദുഃഖത്തിൻ്റെ പ്രതിഫലനം പോലെ നാം മഴയെ കാണാറുണ്ട്. ഈ മഴയെ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, അത് ഭൂമിയിലെ മാലിന്യങ്ങളെ കഴുകി വൃത്തിയാക്കുന്നു. ദുഃഖത്തോടൊപ്പം ഭാരവും ഇറക്കി വെക്കുന്നു. അത് അവിടം പരിശുദ്ധമാക്കുകയും ചെയ്യുന്നു. ഒറ്റപ്പെടലും ഏകാന്തതയും ഒരുപക്ഷെ മനസ്സിനെ വളരെ ശൂന്യമാക്കിയേക്കാം. ഒരാളൊഴിഞ്ഞ മുറി പോലെ, ആളൊഴിഞ്ഞ ഒരു കസേര പോലെ ഏകാന്തത മനസ്സിനുമുണ്ടാകും. അവിടെ ഇരുട്ട് വേഗത്തിൽ നിറയും. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒറ്റപ്പെട്ടതായി തോന്നരുത്. നിങ്ങളുടെ മനസ്സിൽ ഈശ്വരനുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഒറ്റപ്പെടുകയില്ല. നിങ്ങളുടെ വിഷമങ്ങൾക്ക് കാരണമായ വ്യക്തികളുണ്ടെങ്കിൽ, നിങ്ങളെ കുറ്റപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്ത വ്യക്തികളുണ്ടെങ്കിൽ, അവരുടെ മനസ്സിൽ കുറ്റബോധം ഉണ്ടാകും. അവർ നിങ്ങളുടെ ബന്ധുവോ, നിങ്ങളുടെ ഏതെങ്കിലും ഒരു മിത്രമോ, ഒന്നുകിൽ പങ്കാളിയോ, നിങ്ങളുടെ കുട്ടികളോ ആരുമായിക്കൊള്ളട്ടെ, നേരിട്ട് നിങ്ങളെ അവർ അന്വേഷിച്ചില്ലെങ്കിലും മറ്റു പലരോടും അവർ നിങ്ങളെപ്പറ്റി അന്വേഷിക്കുന്നുണ്ട്. അത് നിങ്ങളറിയാത്തതാണ്. അതിനാൽ തന്നെ സ്വയം ഒന്ന് ആശ്വസിക്കുക, വിശ്വസിക്കുക. നിങ്ങൾക്ക് തുണയായി ആരൊക്കെയോ ഉണ്ട്. ആത്മധൈര്യം വെടിയരുത്. നിങ്ങളുടെ ത്യാഗത്തിനും നിങ്ങളുടെ സ്നേഹത്തിനും എല്ലാം വില മതിക്കുന്നുണ്ട്. അതിനെല്ലാം ഫലവുമുണ്ട്. നിങ്ങൾ ഉറച്ചു തന്നെ വിശ്വസിക്കുക. ഒരു കൊടുങ്കാറ്റിനുള്ളിൽ നിന്ന് പുറത്തു കടക്കുന്നത് പോലെയാണ് വിഷമം നിറഞ്ഞ ചിന്തകളിൽ നിന്നും മനസ്സ് വിമുക്തമാകുന്നത്. നാം മനസ്സിലാക്കേണ്ടത് തന്നെ, നമ്മുടെ തീവ്രമായ ചിന്തകൾ നമുക്ക് വേദനയും വിഷാദവും ഉണ്ടാക്കും. ജീവിതം മെച്ചപ്പെടുത്തുവാൻ ആ ചിന്തകളുടെ അളവ് കുറച്ചെങ്കിൽ മാത്രമേ കഴിയൂ. അതിലൂടെ തന്നെ മെച്ചപ്പെട്ട മാർഗങ്ങൾ മുന്നിൽ വരും. പലതരത്തിലുള്ള മാർഗങ്ങളും തെളിയും. അതെല്ലാം നിങ്ങൾക്ക് കാണാനുമാകും. ചിന്തകളെയും മനസ്സിനെയും നിയന്ത്രിക്കുക എന്നത് ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായി മാറരുത്. ഉള്ളിലുള്ള ദൈവികമായ ശക്തിയെ നിങ്ങൾ തിരിച്ചറിയും. നിങ്ങളിലേക്ക് വളരെ തീവ്രമായ ഒരു പവർ തന്നെ ഉണ്ടാകും. അത് നിങ്ങൾ മനസ്സിലാക്കും. അതിലൂടെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി ഊർജ്ജസ്വലമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കും. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ളത് വളരെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. നല്ല നല്ല ആഗ്രഹങ്ങൾ കൊണ്ട് അവിടം നിറഞ്ഞിരിക്കുകയാണ്. അത് തിരമാല പോലെ നിങ്ങളിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. സ്നേഹത്തിൻ്റെ ശുദ്ധമായ ആത്മീയമായ ഒരു ഊർജം നിങ്ങളുടെ ആത്മാവിനെയും ശുദ്ധീകരിക്കുന്നുണ്ട്. ആന്തരികമായിട്ടുള്ള ആ ഊർജത്തിൻ്റെ പ്രകാശത്തിൽ നിന്ന് വേണം നിങ്ങളിൽ നന്മയുണ്ടാകേണ്ടതും പോസിറ്റീവായ ചിന്തകൾ ഉത്ഭവിക്കേണ്ടുന്നതും. നിങ്ങളിൽ സമാധാനം നിലനിർത്തുന്നത് അതുതന്നെയാണ്. അതിനാൽ ശുഭപ്രതീക്ഷകൾ ജീവിതത്തിൽ എപ്പോഴും നിലനിർത്തുക. പല സുപ്രധാന തീരുമാനങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഉണ്ടാകും. പല തെറ്റിദ്ധാരണകളും ഉണ്ടായിരുന്നു ജീവിതത്തിൽ. അതൊക്കെ മാറി നിങ്ങൾക്ക് അഭിമാനിക്കാവുന്ന സന്ദർഭങ്ങൾ ഉണ്ടായി വരും. ധൈര്യത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. എന്തും നേരിടുവാൻ നിങ്ങൾക്ക് ശക്തി ഉണ്ടാകും. എല്ലാ പ്രതിസന്ധിയിലും നിങ്ങളെ സഹായിക്കാൻ ഈശ്വരൻ്റെ കരങ്ങളുണ്ട്. ആർക്കും നിങ്ങളെ ഒന്നിനും തടയാനാവില്ല. തടയാൻ വരുന്നവർ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. നല്ല കഴിവും മനോധൈര്യവും നിങ്ങൾക്കുണ്ടാവും. ശ്രദ്ധയോടുകൂടി പ്രവർത്തിച്ചാൽ നിങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു കാര്യത്തിനും പരാജയം ഉണ്ടാവുകയില്ല. ആർക്കും ഇനി നിങ്ങളെ ഒറ്റപ്പെടുത്തുവാനാവില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം നിങ്ങളിലേക്ക് എത്തിച്ചേരും. നിങ്ങളത് ആകർഷിക്കും. എല്ലാ പ്രശ്നങ്ങളെയും നിങ്ങൾ അതിജീവിക്കും. അതിനുള്ള സമയം ആഗതമാകുന്നുണ്ട്. അതിനാൽ തന്നെ ഒട്ടും വിഷമിക്കരുത്. നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ മത്സര ബുദ്ധിയോടുകൂടി തന്നെ നിങ്ങൾ പ്രവർത്തിക്കുക. അതിൽ നിന്നും നിങ്ങൾക്ക് ഊർജം ലഭിക്കും. നിങ്ങളുടെ ലക്ഷ്യത്തെപ്പറ്റി മാത്രം ചിന്തിക്കുക. അതിനായി പ്രവർത്തിക്കുക. ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെ പാതി വഴിയിൽ നിർത്തി വച്ചിരിക്കുകയാണ്. അതൊക്കെ പൂർത്തിയാക്കണം. നിങ്ങൾ മുമ്പ് കണ്ട പല വ്യക്തികളിൽ നിന്നും വിഭിന്നമായിട്ട് നിങ്ങൾക്ക് അനുകൂലമായി തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തികളെ നിങ്ങൾ കണ്ടുമുട്ടും. ആത്മവിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറെടുക്കുകയാണ്. എല്ലാവരോടും സഹകരിച്ച് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ തന്നെ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. പലതരത്തിലുള്ള ആശയങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വരും. അത് ഉന്നതിയിലേക്ക് നയിക്കുവാൻ പ്രാപ്തമായത് തന്നെ ആയിരിക്കും. സാമ്പത്തികമായി നിങ്ങളുടെ നില മെച്ചപ്പെടുന്ന ആ ഒരവസ്ഥ തന്നെ ഉണ്ടാകും. ആരോഗ്യപരമായിട്ട് ശരീരം അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളുമുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അതിജീവിക്കുവാൻ സാധിക്കും. അതിനായി നിങ്ങൾ പുതിയ കാര്യങ്ങൾ തന്നെ ചെയ്യും. നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ കൂടുതൽ സ്നേഹിക്കും.
ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങൾക്കും അർഹതയുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ. അതിനാൽ ധൈര്യത്തോടെ നിങ്ങൾ നിലനിൽക്കുക. പരീക്ഷണ കാലങ്ങൾ അധികം നീണ്ടു നിൽക്കുകയില്ല. എല്ലാത്തിനും അവസാനമുണ്ട്. ഈശ്വരൻ്റെ അനുഗ്രഹവും ആശീർവാദവും എല്ലായ്പ്പോഴും നിങ്ങളിലേക്കുണ്ടാകും.